ഇന്ന് റമളാൻ 4 അപ്പം എല്ലാവർക്കും നല്ല റമളാൻ ആശംസിച്ചുകൊണ്ട് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. അപ്പം ഞാൻ നല്ല ചിക്കൻ സ്റ്റൂവും അതിലേക്ക് കോമ്പിനേഷനായിട്ട് നല്ല ഇടിയപ്പവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഏലക്ക ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറാമ്പൂവും ഒരു 4-5 കറാമ്പൂ ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂത്ത് വരണം. അപ്പോൾ ആ ഒരു സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ വരുമ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മൾ 2 ഇഞ്ചോളം വലുപ്പത്തിലുള്ള ഇഞ്ചി കനലില്ലാതെ അരിഞ്ഞതും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തതാ ഇതുപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, കുക്കറിൽ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അടച്ച് വെച്ചങ്ങ് വാട്ടിയെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണത്തിലാണെന്നറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തന്നെ എൻ്റെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും ചേർത്തു. ഒരു കൈപ്പിടി കറിവേപ്പിലയും ചേർത്തു. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ വലിയുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ചിക്കനിൽ ഒക്കെ എല്ലായിടത്തും ഇത് വരുന്നവരെ മസാല പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ മുഴുവനായിട്ട് നീരെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. പുളിക്ക് നമ്മൾ ഈ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാരങ്ങ നീരും ചേർത്ത് കൊടുത്തത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങാപ്പാല്, ഒരു തേങ്ങയുടെ പകുതിയോളം തേങ്ങ ചിരകി 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ല ഇത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടക്കാം, എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് തവി വെച്ചോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 2 കപ്പോളം 1-ാം പാലും 1 കപ്പോളം 2-ാം പാലും ചേർത്ത്, കട്ടയില്ലാത്ത തേങ്ങാപ്പാലില്ലേ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴും നമ്മൾ ചിക്കൻ ഒരു നിറം മാറ്റം മാത്രം വന്നിട്ടുള്ളൂ, ചിക്കൻ വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 15 മിനിറ്റോളം തിളച്ച് വന്നപ്പോൾ നമ്മുടെ ചിക്കനും വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേ ചിക്കൻ കറി വെക്കുന്ന സ്ഥാനത്ത് ഇതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ എല്ലാ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരിക്കലും നമ്മൾ 1-ാം പാല് തിളക്കാൻ അനുവദിക്കരുത്. കുഞ്ഞ് തള വരുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളെ കാഷ്യൂ അണ്ടിപ്പരിപ്പ് അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങ് നമ്മുടെ കറിയിലോട്ട് ചിക്കൻ സ്റ്റൂവിലോട്ട് ഒഴിച്ചു അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നീട്
ഈ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയില്ലേ അതരിഞ്ഞങ്ങ് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റൂലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു 3 ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ സ്റ്റൂലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് മുകളിൽ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. അത് മാത്രമല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡി. ഇനി അതിലേക്ക് ഞാൻ കോംബോ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇടിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പഞ്ഞി പോലുള്ള ഇടിയപ്പം. ഞാൻ ഒരു 2 കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പോളം കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിരുന്നു, അതും ചോദിച്ചു കൊടുത്തതാ. ഇതുപോലെ ചൂട് ഒന്ന് തണിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 7 ആയിലോട്ട് നമ്മൾ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മുടെ നൂലപ്പം ഇതുപോലെ പീച്ചിയെടുക്കുകയാണ്. ഞങ്ങളിവിടെ നൂലപ്പം എന്നൊക്കെ പറയും, മനസ്സിലാക്കാത്തവർക്കാണെങ്കിൽ ഇടിയപ്പം. അപ്പം ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുക. നമ്മൾ ഇഡ്ഡലി തട്ടിലെയോ ഇഡ്ഡലി തട്ടില്ലേ അതിലേക്ക് ഇതുപോലുള്ള ട്രേ ഇങ്ങനെ കമ്പിയുള്ളതില്ലേ അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ ഇത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒരു 15 മിനിറ്റോളം ആവി കയറ്റി വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നോരോന്നായി നൂലപ്പം ഇടിയപ്പട്ടോ അതങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞി കുടിച്ചാൽ നല്ല സുഖമാണ് കേട്ടോ നോമ്പ് തുറന്നതിന് ശേഷം. അപ്പം അതിനായിട്ട് 1/4 കപ്പാണ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പോളം പാല് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് ഞാൻ പാല് തിളച്ച് വന്നതിന് ശേഷം 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തു. റവ ചേർക്കുമ്പോൾ തുടരെ ഇളക്കണം, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം 1/2 കപ്പോളം പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് മാറ്റിയെടുത്തു. അപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഈ ചെറിയ ഉള്ളിയും മൂപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ തരിക്കഞ്ഞി റെഡി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പം റമദാൻ 4-ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ വെറൈറ്റീസാണ് കേട്ടോ. അപ്പം അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വേണ്ടതിന് സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്നും ഒരേപോലെയുള്ള ലൈമല്ല കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ഒരു 2 നാരങ്ങ പിഴിഞ്ഞെടുത്തു. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പുതിനയും ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ 2 ഏലക്കായും പിന്നെ കുറച്ച് ജ്യൂസ് മുന്തിരിയില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കുക. ജ്യൂസ് ജാറിൽ നന്നായിട്ട് ജ്യൂസാക്കി എടുത്തതിന് ശേഷം അരിപ്പയിൽ തരിച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ മുന്തിരി ചേർത്തതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ നോമ്പിന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കാം. അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് മുട്ട വെച്ചങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. ഒരു കപ്പോളം കടലപ്പൊടിയും 1/2 കപ്പോളം മൈദപ്പൊടിയും കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് തൂകിയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമ്മൾ മുട്ട ബജി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ സെർവ് ചെയ്യാം. ഫൈനലായിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്, ഫ്രൂട്ട്സും ഒക്കെ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഹാപ്പി റമദാൻ.